രാത്രി ലൈവില് സിബിനും ശ്രീതുവും ഇരുന്ന് സംസാരിക്കാണ്. സിബിൻ ശ്രീതുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും നല്ല ഗെയിമർ ആരാണെന്ന് അറിയുമെന്ന്. അപ്പൊ ശ്രീതു ആര് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ റെഡ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നില്ലേ, ആ ആളാണ് ഈ വീട്ടിലെ ഏറ്റവും നല്ല ഗെയിമർ എന്ന് പറയുന്നുണ്ട്. അത് മറ്റാരല്ല, നമ്മുടെ ജാൻമണിയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ജാൻമണിയുടെ പ്രമോ ഇല്ലാത്ത ഒരൊറ്റ എപ്പിസോഡില്ല, ജാൻമണി ഇല്ലാത്ത ഒരൊറ്റ എപ്പിസോഡില്ല. ഈ വീട്ടിലെ ഏറ്റവും നല്ല ഗെയിമർ എൻ്റെതിൽ ജാൻമണിയാണ് എന്ന് പറയുന്നുണ്ട്. ജാൻമണിയുമായിട്ട് ഒരു അടി പൊട്ടും ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അടി പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര തറ ലെവലിലേക്ക് പോയി ഞാൻ നാറിപ്പോവും. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇവിടെ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ ജാൻമണിയുമായിട്ട് അടി പൊട്ടണം. അടി പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഞാൻ നാറുന്നുള്ളത്. ജാൻമണി അതുപോലെ പറയും, പക്ഷെ ഞാൻ നാറി തകിട് പൊടിയാവും. അതൊക്കെ ആലോചിക്കുമ്പോൾ പക്ഷെ ഇവിടെ നിന്ന് ജയിക്കണം എന്നുണ്ടെങ്കിൽ അടി കൂടിയേ തീരൂ എന്നാണ് സിബിൻ പറയുന്നത്. ജാൻമണിയുടെ സ്വഭാവം വെച്ച് ജാൻമണി അതുപോലെയാണല്ലോ സംസാരിക്കുക. അതാണ് അവിടെ സിബിൻ ഇരുന്ന് പറയുന്നത്. ശരിയാണ്, ജാൻമണി അതുപോലെ കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് വീടിനുള്ളിൽ അടിയായിട്ട് അത്രയും കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജാൻമണി. അതുകൊണ്ട് തന്നെയായിരിക്കണം സിബിൻ പറയുന്നത് ജാൻമണി ഒരു സൂപ്പർ കണ്ടന്റാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷെ ജാൻമണിയുമായി ആര് വഴക്കിട്ടാലും ജാൻമണി എന്തായാലും അവിടെ പ്രാകലും ശാപവും ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ്. അതാണ് പറയുന്നത്, ഞാൻ ആകെ നാശകോശാവും എന്നാണ് സിബിൻ അവിടെ ഇരുന്ന് പറയുന്നത്.